പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്രിക് വേറൊരു എപ്പിസോഡ് മാത്യു അച്ഛന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുതിയ വിഷയം അച്ഛൻ ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കും. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം കേട്ടോ. വിചേട്ടാ, എന്തായാലും മനുഷ്യൻ പാപം ചെയ്യാൻ കാരണം ആ പഴമായിരുന്നു. ദൈവം ആ നന്മതന്മയുടെ വൃക്ഷം അവിടെ നട്ടു വെച്ചതുകൊണ്ടാണോ ആദം പാപം ചെയ്തത്? അതോ പ്രവർത്തിച്ചോ? അല്ലേ, ആരോ പ്രവർത്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പഴം നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആരുടെയോ പ്രവർത്തനം കൊണ്ടാണ് പാപം ചെയ്തതും. പാപം ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈശോയ്ക്ക് മനുഷ്യനെ അവതരിക്കേണ്ടി വന്നതും നമുക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കേണ്ടി വന്നതും. അങ്ങനെ ഈശോ പാപപരിഹാര ബലി അർപ്പിച്ചു കഴിഞ്ഞിട്ടും ആ തിന്മയുടെ ശക്തിയെ, സാത്താൻ എന്ന് വിളിക്കുന്ന, പിശാച് എന്ന് വിളിക്കുന്ന ആ തിന്മയുടെ ശക്തിയെ ഇല്ലാതാക്കിയിട്ടില്ല. പക്ഷെ ചിലരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ചില ശുശ്രൂഷകളിലൊക്കെ ഈശോ കുരിശ് മരിച്ചതോടെ പിശാച് നിർവീര്യമായി, പിശാചിന് ശക്തിയൊന്നുമില്ലെന്നൊക്കെ ചിലർ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും സഭ പഠിപ്പിക്കുന്നില്ല, ചിലര് പഠിപ്പിക്കുന്നല്ലേ. എഫേസൂസുകാർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്താ പറയാ, 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം തിന്മയുടെ ശക്തി ഇപ്പം വളരെ ശക്തമായിട്ട് ഇന്ന് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ ലോകത്തിൽ യുദ്ധവും തിന്മയും വർദ്ധിക്കാൻ കാരണം കൃപയുള്ള മനുഷ്യരുടെ എണ്ണം കുറയുന്നു, ദൈവകൃപ ലോകത്തിൽ നകന്നു പോകുന്നു, ഒപ്പം പൈശാചിക സ്വാധീനമുള്ളവരുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പൈശാചികമായ സ്വാധീനത്തിൽ ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു മോചനം ആവശ്യമില്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ പിശാചിന്റെ പ്രവർത്തനം എന്ന രീതിയിൽ പല കാര്യങ്ങളും ലോകത്തുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന് കൂടോത്രവും മന്ത്രവാദവും ആഭിചാരവും അതുപോലെ തന്നെയുള്ള മറ്റ് തിന്മ പ്രവൃത്തികളും, എന്തിനേറെ അതിന്റെ അങ്ങേയറ്റത്ത് സാത്താൻ ആരാധന വരെ, സാത്താന്റെ ബ്ലാക്ക് മാസ് വരെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വലിയ വലിയ സ്ഥാപനങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മേഖലയിൽ സഭ ഇനിയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? സഭ ഇപ്പോൾ ആവശ്യത്തിന് ഈ കാര്യത്തെ ഗൗരവപൂർവ്വം എടുത്തിട്ടുണ്ടോ? അതോ ഒരു സംശയമെന്ന രീതിയിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ദൈവിക കാര്യങ്ങൾ മാത്രം നാം ചെയ്താൽ മതി, പരിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ മതി, അല്ലാതെ പിശാചിനെ ഒഴിപ്പിക്കേണ്ട കാര്യം അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അത് ഒരു ഡേഞ്ചറായ കാര്യമാണെന്നുള്ള രീതിയിൽ സഭ അതിൽ നിന്ന് ഒരല്പം പിന്നോക്കം മാറി നിൽപ്പുണ്ടോ? എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ? ഒരു കാര്യം നമുക്കറിയാമല്ലോ, പരിശുദ്ധ കത്തോലിക്കാ സഭ അതിൻ്റെ ഔദ്യോഗിക പ്രബോധനം എപ്പോഴും പെർഫെക്റ്റ് ആണ്. അത് ഈശ്വര വാഗ്ദാനമാണ്. നരക കവാടങ്ങൾ അവൾക്കെതിരെ പുറപ്പെടുകയില്ല. സഭയ്ക്ക് പുറത്തു വന്നോ അകത്തു വന്നോ ആരൊക്കെ സത്യവിശ്വാസം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ തന്നെയും ഒരിക്കലും തകരാൻ സാധിക്കാത്ത രീതിയിൽ ഈശ്വര വചനത്താൽ അത് സുരക്ഷിതമാണ്. അതുകൊണ്ട് ഔദ്യോഗിക പ്രബോധനങ്ങളിൽ ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ എല്ലാ കാര്യങ്ങളും എന്നതുപോലെ ഈ ഔദ്യോഗിക പ്രബോധനങ്ങൾ വിശ്വാസികളിലേക്ക് വരുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ വീഴ്ച വരുന്നത്. അപ്പം ഇതിനെ എത്തിക്കേണ്ടവർ ചിലപ്പോൾ അപൂർണമായിട്ട് എത്തിക്കുക, തെറ്റായിട്ട് എത്തിക്കുക, എത്തിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കൃത്യ വർഷം ഓർമ്മയില്ല, ഒരു 10-15 വർഷം മുമ്പുള്ള ഒരു മാസം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രിഗേഷൻ്റെ ഒരു മാഗസിൻ, ആ മാഗസിൻ സാത്താൻ പതിപ്പായിരുന്നു. എല്ലാ ലേഖനങ്ങളും സാത്താനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ വിഷയത്തെ പഠിക്കുന്ന സമയം കൂടി, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കോൺഗ്രിഗേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഉള്ളിൽ ശരിക്കും വേദനയാണ്. അതിലെഴുതിയിരിക്കുന്ന ലേഖകന്മാരെല്ലാം മത്സരിച്ച് പറഞ്ഞിരിക്കുകയാണ് സാത്താൻ ഇല്ല. സാത്താൻ ഒരാൾ എഴുതിയിരിക്കുന്ന വായിച്ച് നമ്മൾ ശരിക്കും ഹൃദയം നുറുങ്ങിപ്പോവും, വേദനിച്ചു പോകും. വാസ്തവത്തിൽ പിശാചൊന്നുമില്ല, ഈശോ പിശാചിനെ ഒഴിപ്പിക്കുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചത് അന്നുള്ളവരുടെ അന്ധവിശ്വാസത്തെ ഈശോ അങ്ങനെ അത് ഫോളോ ചെയ്തതാണ്. ഈശോയ്ക്ക് ശരിക്കും ആ വിഷയത്തിൽ അറിവില്ലായിരുന്നു എന്ന് വരെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു നോക്കും, നമ്മളുടെ ഈ ഒരു വിഷയത്തിൽ കാതലിക് സഭയിലുള്ള ചില അങ്ങനെയുള്ള ദൈവശാസ്ത്രം ഉൾപ്പെടെയുള്ള വ്യക്തികളാണ്. അങ്ങനെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സഭയിലെ നിങ്ങളുടെ വിശ്വാസം പഠിപ്പിക്കേണ്ട ഏരിയയിൽ അത്ര ഔദ്യോഗികം അല്ലെങ്കിൽ തന്നെ ഈ വിഷയം പഠിപ്പിക്കാൻ കുറച്ചുകൂടി ആത്മാവിനേക്കാൾ കടപ്പെട്ടവർ ഇതാണ് ചെയ്യുന്നതെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഞാൻ കേട്ടിരിക്കുന്ന യൂറോപ്പിലൊക്കെ ചില രാത്രി യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ സാത്താനെ വിടെ എന്നൊക്കെ പറഞ്ഞുള്ള ക്ലാസ്സുകളും പ്രബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പോലും പോളാർമ പാപ്പ, ജോൺ പോൾ പാപ്പ, ബെനഡിക്ട് പാപ്പ, ഫ്രാൻസിസ് പാപ്പ ഇവരൊക്കെ എല്ലാം കൃത്യമായ രീതിയിൽ പ്രബോധിപ്പിച്ചിട്ടുണ്ട് സാത്താൻ ഉണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധഗ്രന്ഥം 1851 പഠിപ്പിക്കുകയാണ് പിശാച് ഒരു വ്യക്തിയാണ്. അപ്പം രണ്ട് പ്രശ്നം പലപ്പോഴും വിശ്വാസികൾക്ക് മുന്നിലുണ്ട്. ഒന്ന്, പിശാച് ഉണ്ടോ ഒക്കെ ചുമ്മാതെ പരമ്പരാഗതമായിട്ട് പറയുന്നു. രണ്ട്, പിശാച് ഉണ്ടെങ്കിൽ അത് ശക്തിയുള്ളൂ. അപ്പൊ ഇത് രണ്ടും തള്ളിക്കൊണ്ട് സഭ പഠിപ്പിക്കുകയാണ് പിശാചുണ്ട്, അവിടുന്ന് ഒരു വ്യക്തിയാണ്. വ്യക്തിയായിരിക്കുമ്പോൾ പ്രത്യേകത, വ്യക്തിക്ക് ബുദ്ധിയുണ്ട് അല്ലേ? വ്യക്തിയുടെ പ്രത്യേകത ബുദ്ധിയുണ്ട്. ജീവന്റെ വ്യക്തിയാണെങ്കിൽ ആക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പം പ്രത്യേകമായ പദ്ധതികൾ കാണും. ഇതെല്ലാം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം പിശാച് വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് അവന് കൃത്യമായ ചില പ്ലാനുകളുണ്ട്, അവൻ്റെതായ ശക്തിയുണ്ട്. പിശാചിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ബൈബിളിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് മരുഭൂമിയിലെ പരീക്ഷയാണ്. അപ്പം നോമ്പുകാലം കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ആരെ കൊണ്ടുപോകുന്നേ? ഈശോയെ കൊണ്ടുപോയി ലോകത്തുള്ള സകല ദേശങ്ങളും അതിൻ്റെ മഹത്വങ്ങളും ക്ഷണനേരം കൊണ്ട് ഈശോ കാണിച്ചു കൊടുത്തു. നമ്മൾ എത്ര വർഷം ജീവിച്ചത് പറ്റുമത്? നമ്മുടെ 100 ആയുസ് കൊണ്ട് പറ്റത്തില്ല. ക്ഷണനേരം കൊണ്ട് ലോകവും ലോകത്തുള്ള എല്ലാ മഹത്വങ്ങളും ഈശോയെ കാണിച്ചു കൊടുത്തു. അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായി എന്താ അത്രമാത്രം ഒരു ശക്തി പിശാചിനുണ്ട്. അതായത് ദൈവം സൃഷ്ടിച്ച, ഇപ്പൊ എൻ്റെ മോനോട് ചോദിക്കും എത്ര മുഖ്യ ദൂതന്മാരുണ്ട്, അവൻ പറയും 4 ഉണ്ടായിരുന്നു. 4 ഉണ്ടായിരുന്നു. ഒന്ന് പോയി സാത്താനായിട്ട് മാറി. അപ്പോൾ ഒരു മുഖ്യദൂതന്റെ ശക്തി ഉള്ളവനായിരുന്നു ഈ ലൂസിഫർ. ഇത് നമുക്ക് ടെക്നോളജിയെ കുറിച്ച് വിശദമായി പഠനമൊന്നുമല്ല, എങ്കിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞു അതല്ലേ. അപ്പം ഇത് തീർത്തും നിസ്സാരക്കാരനല്ല. അപ്പം നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശത്രുവുണ്ട്, അവൻ അതീവ ശക്തനാണ്, അവനെതിരെ ചില പ്രത്യേക ആയുധങ്ങൾ മാത്രമേ ഫലിക്കുകയുള്ളൂ, അവൻ സദാ പ്രവർത്തന നിരതനാണ്. ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ അവനില്ല എന്ന രീതിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യൻ അവസ്ഥ എന്തായിരിക്കും? അതിന് നിർഭാഗ്യകരം. ഏത് സമയത്തും ഒരു ക്രിസ്ത്യാനിയെ വിഴുങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് അവൻ ഓടി നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ അവൻ ഇത്രമാത്രം ശക്തി ഉണ്ടായിരുന്നിട്ടും ഇത്ര ആക്റ്റീവായിരുന്നിട്ടും അവനില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയുടെ ദുരവസ്ഥ എന്താണ്? പിന്നെ ഈ വിഷയത്തിൽ ഞാനല്ല സംസാരിക്കേണ്ട, ഒരു വൈദിക എന്ന നിലയിലും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലും അച്ഛനത് പല കാര്യം പറയാറുണ്ട്. പറയാൻ പറ്റുന്ന പോലെ അച്ഛൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നല്ലതായിരിക്കും വിഷയത്തിൽ. വിശ്വാസവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, നിരവധി ക്രൈസ്തവ വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു ചിന്ത ഇതാണ്: ആരും എനിക്ക് കൈവശം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരും എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഇതല്ല ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഓർത്തത്, ഇത് പറയാനുള്ളൊരു, ഞാനിത് എൻ്റെ മനസ്സിലേക്ക് ഇത് വരാനുള്ളൊരു കാരണം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾ രൂപതയിൽ കരിസ്മാറ്റിക് KCBCയുടെ കരിസ്മാറ്റിക്കിൻ്റെ സെക്രട്ടേറിയറ്റ് വന്നായിരുന്നു. ഞങ്ങൾ ശുശ്രൂഷകർക്കുള്ള ഗ്യാതറിങ്ങാണ്. അച്ഛൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത, കത്തോലിക്കാ സഭയിൽ മെത്രാന്മാർക്ക് മാത്രമേ പിശാച് ഒഴിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. അച്ഛൻ പറയാനുള്ള കാരണം ഞങ്ങൾ അൽമാരിലായിരിക്കുന്നതുകൊണ്ട് അച്ഛൻ നിങ്ങൾ ഉപദേശിക്കുകയായിരുന്നു, ഇത് അപകടം പിടിച്ച പണിയാണ്, അൽമാരിനെ പറയാൻ പോകരുത്, ഞങ്ങൾ അച്ഛന്മാർക്ക് പോലും ഇതിനുള്ള അധികാരമില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊച്ചു രൂപതയാണ്, കൊച്ചു രൂപതയുള്ള ഒരച്ഛനും പിശാച് ഒഴിപ്പിക്കാനുള്ള അധികാരമില്ല. പക്ഷെ അന്നേരം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, കൊച്ചു രൂപത അടുത്തുള്ള ഒരു ബ്രദർ വിക്ടർ കേരളമാകെ ലോകമാകെ ഓടി നടന്ന് പിശാച് ഒഴിപ്പിച്ച് ഓർമ്മ വന്നു. അച്ഛൻ ഇപ്പോൾ ചോദിച്ചാണ്. അപ്പം അച്ഛൻ പറഞ്ഞു അതിന് പ്രത്യേക പെർമിഷൻ കൊടുത്താലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒരച്ഛന് പോലും അധികാരമില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഈ പിശാചുണ്ട് എന്നുള്ളതും അവൻ സദാസമയം ആത്മാക്കളെ ഇങ്ങനെ നശിപ്പിക്കാൻ നടക്കുക എന്നുള്ളത് നമുക്കറിയാം.
അവൻ്റെ പ്രവർത്തനം പല രീതികളാണ്. അപ്പോൾ ഈ ഒരു രൂപതയിൽ തന്നെ ഇതുപോലെ 10,000-കണക്കിന് പേരുണ്ടായിരിക്കും. അത്രയും പേരെ, ഒന്നാമത്തെ കാര്യം മറ്റു പല കാര്യങ്ങളിലും ബിഷപ്പ്മാർക്കൊക്കെ തിരക്കാണ്. എന്നിടയ്ക്ക് ഈ വിശ്വാസികൾക്ക് പിശാച് ബാധയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയത് ഒഴിവാക്കാൻ കടപ്പെട്ടവരുമാണ്. അങ്ങനെ ഇരിക്കും ഇതെങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് ആർക്ക് ഇതിനുള്ള അധികാരം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ സഭ തന്നെ ഇതിനകത്ത് മുൻകൈ എടുത്ത് അച്ഛന്മാർക്ക് ഇതിന് ട്രെയിനിങ് കൊടുത്ത് എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ചധികം അച്ഛന്മാർക്ക് ഈ അധികാരം കൊടുക്കണ്ടേ എന്നൊക്കെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അത്രമാത്രം വിശ്വാസികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാ മനഃശാസ്ത്രമൊന്നും അല്ല, എല്ലാ വെറും മാനുഷികവുമല്ല, പൈശാചികമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുള്ള ഉറപ്പാണ് എൻ്റെ പല മേഖലകളിലും. ഇപ്പം നമ്മൾ തന്നെ ശുശ്രൂഷ മേഖല അത് മനസ്സിലായിട്ടുമുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്, ഇങ്ങനൊരു കഴിഞ്ഞ ദിവസം ഇങ്ങനെ രൂപതയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം. ഞാൻ എൻ്റെ ഇടയ്ക്ക് അച്ഛനിങ്ങനെ പറയുകയും ചെയ്തു, ഈ കൂടോത്രം കാര്യങ്ങളൊക്കെ. അതെ, അത് അച്ഛൻ പറഞ്ഞത് ഒന്നും ആ കൂടോത്രമൊക്കെ എടുക്കേണ്ടത് നിങ്ങൾ ചെന്നിട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ കൊണ്ട് തന്നെ എടുപ്പിക്കാനൊക്കെ പറഞ്ഞു. അത് ഞാൻ ചിന്തിച്ചു, അത്ര ആൾക്കാർ വന്നാൽ ഭയങ്കര പേടിയായിരിക്കും ഇതൊക്കെ ആയിട്ടേ. ഇനി അതുള്ള അച്ഛൻ പറഞ്ഞ പലപ്പോഴും കൂടോത്രമൊന്നും അല്ല, തോന്നലാന്നൊക്കെ പറഞ്ഞു. ഇനി അവിടെയും യഥാർത്ഥ കൂടോത്രം ആണെങ്കിൽ അങ്ങനെ ഞാൻ എല്ലാം നമുക്ക് ഉറപ്പില്ല. ചില കേസുകളിലൊക്കെ അങ്ങനെ ആരെ എടുക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ഭയങ്കര ദുരവസ്ഥ ഉണ്ടായതൊക്കെ കേട്ടിട്ടുണ്ട് ആ രീതിയിൽ. അല്ലാത്ത കേസും ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആൾക്കാർക്കൊരു ഒത്തിരി ദുരൂഹതകളുണ്ടോ? ഒന്നാമത്തെ അങ്ങനെ ഒരു മേഖല തന്നെയാണിത്. ഈ വിഷയത്തിൽ ഞാൻ ഇടയ്ക്ക് ഒരു പറഞ്ഞാണെന്ന് അറിഞ്ഞുകൂടാ, ചെന്ന് അതുപോലെ ഇതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ്, ആൾക്കാർ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് പല ധ്യാനേന്ദ്രങ്ങളിലും പോയിട്ട് സാധിക്കാതെ വരുമ്പോൾ അവര് മറ്റ് വിശ്വാസികളുടെ ആരാധനയിലേക്കും അവിടെ പോയി നേർച്ച കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ പോയി ആ ഒരു വെള്ളം അങ്ങനെയൊക്കെ പോയിട്ട് പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു തിന്മയുടെ ഒരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വിശ്വൻ ഇപ്പം പറഞ്ഞൊരു വാക്ക്, പിശാചിനെ നമ്മൾ എതിർത്താൽ നമുക്ക് ദുരവസ്ഥയുണ്ടാകും എന്ന് പറയുന്നു. മാക്സിമം വരാവുന്ന ദുരവസ്ഥ നമ്മൾ അപകടത്തിൽപ്പെട്ട് മരിക്കാം, ആയുസ്സെത്താതെ മരിക്കാം. ആയുസ്സെത്താതെ ഏതായാലും മരിക്കില്ല, ആയുസിൻ്റെ അധികാരി ദൈവമാണ്. അല്ലെങ്കിൽ നമുക്ക് മാനസിക രോഗമോ മാനസിക വിഭ്രാന്തിയോ ഉണ്ടാകും. ഇതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ശരീരം മുഴുവൻ ജോബിന് വന്ന പോലെ ചൊറി വന്ന പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു ദുരവസ്ഥയായിട്ട് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഈ ഒരു അറിവ് എനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പിശാചിനെ ഒഴിപ്പിക്കാം, പിശാചിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ തിരിച്ചടി ഉണ്ടാവും. ഞാൻ അതേക്കുറിച്ച് അധികം പറയുന്നില്ല, ചെറിയ തോതിലൊക്കെ എൻ്റെ ഒരു മറ്റൊരു വീഡിയോ പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ്. പക്ഷേ യഥാർത്ഥത്തില് ദുരവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാപം ചെയ്തിട്ട് അനുഭവിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ മാത്രമേ ഏറ്റവും വലിയ ദുരവസ്ഥ അതേയുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ പെടുമരണം എന്ന് പറയുന്നത്. അല്ലാതെ ബാക്കിയൊന്നും പെടുമരണമല്ല. കാരണം എത്രയോ വിശുദ്ധര് പലതരത്തിലുള്ള രോഗപീഠകളിലൂടെയും മാനസിക രോഗം ബാധിച്ച വിശുദ്ധരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ലോകത്തോട് അത്രമാത്രം അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ലോകവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുന്നത്. പക്ഷെ സത്യത്തിൽ പെടുമരണം എന്ന് പറയുന്നത് അനുദപിക്കാതെയുള്ള മരണമാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. നമുക്ക് ഈ ഒരു പിശാചും അല്ല ഈ പ്രശ്നം ഇത് യാഥാർത്ഥ്യമാണ്. ഒത്തിരിയേറെ സഭയിൽ ഈ പ്രശ്നമുണ്ട് താൻ. ഇത് നമുക്ക് അച്ഛനാപ്പഴം നമുക്കൊരു പരിഹാരം എന്താ ഇക്കാലത്ത് ഉള്ളത്? വിശ്വാസികൾക്ക് ഇതിനൊരു വിടുതലിനുള്ള പരിഹാരം എന്താ ഉള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനം എന്ന രീതിയിൽ ഒന്നെങ്കിൽ പിതാക്കന്മാര് ഒരു സർക്കുലറോ അല്ലെങ്കിൽ എന്താണ് ഇതേക്കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി പിതാക്കന്മാർക്കാണ് ഇതിന് അവരുടെ ആ ഒരു സിനഡിനോ അങ്ങനെ ഒരു ശരിക്കും ഒരു ഔദ്യോഗിക പ്രബോധനം. കാരണം ജനങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കകളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഇത് തന്നെ വചനപ്രഘോഷണ മേഖലയിൽ പലരും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു പ്രബോധനം അത് ജനങ്ങളിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ സർവീസും വേണം. ഞാൻ പറഞ്ഞപ്പോ ഇതുപോലെ 10,000-കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല, പിന്നെ കേരളം ആകെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളൊക്കെ ആയിട്ടേ എല്ലാമൊന്നും പിശാചിന്റെ അല്ലെങ്കിൽ തന്നെ അത് വേർതിരിച്ചറിയാനുള്ള ഒരു ശ്രമങ്ങളും ഇനി പിശാചിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒഴിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അല്ലേ? അതെ. ഞാൻ ഒരു ചുമ്മാ ഒരു സംഭവം പറയാം. ഒരു ദിവസം രാത്രിയിലെ ഒരു എന്താ പറയാ എനിക്കൊരു ചങ്ക പൊട്ടിപ്പോകുന്ന ഒരു വേദനയുണ്ട്. തിന്മയ്ക്കെതിരെ ഒന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ചു ഞാനന്ന് മരിച്ചു പോകും, രക്തഛർദ്ദിച്ച് നാളെ രാവിലെ പ്രഭാതം ഞാൻ കാണില്ല. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് എൻ്റെ മുറിയുടെ കുറ്റിയൊക്കെ എടുത്തേച്ച് അവിടെ ഒരു
കസേരയിട്ട് കഥ അടച്ചു വെച്ചു. കാരണം ഞാൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണെങ്കിൽ എന്താ മറ്റുള്ളവർ വന്ന് കഥ ഇടിച്ച് പൊളിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അത്രമാത്രം എന്താ പറയാ, തിന്മയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളിൽ നമ്മൾ നിറയേണ്ടതിന്റെ ആവശ്യം. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, സകല ശക്തികളുടെയും മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആ വചനം ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശരിക്കും സെമിനാരിയിൽ വെച്ച് തന്നെ നല്ല ഇതേക്കുറിച്ചുള്ള പഠനങ്ങളും ഇതേക്കുറിച്ച് ഒരുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും ഒക്കെ കൊടുത്ത് ഇതൊരു ആവശ്യമാണ്, സഭയുടെ ഒരു അർജന്റ് നീഡാണെന്ന മട്ടിൽ ഇതിനെ മീറ്റ് ചെയ്യാൻ, അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ സഭാധികാരികൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിനെ ഇനി പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുകയില്ല. എല്ലാം പിശാചാണെന്ന് പറഞ്ഞ് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ് എന്നും പറഞ്ഞ് 10,000 ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവിടെ അതുകൊണ്ട് ഇതുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് 10,000, 20,000, 25,000 ഒക്കെ മേടിക്കുന്ന തട്ടിപ്പ് വീരന്മാരും ഉണ്ടായെന്ന്. അതായത് വിഷയം അറിയോ, ഇങ്ങനെ കുറച്ച് പേര് ഇറങ്ങുന്നതുകൊണ്ടാണ് സഭ ഒരു അലർട്ടാകാൻ വേണ്ടി ഒരു മറുവശം എടുക്കുന്നത്. അപ്പം ഇതൊരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതെ, ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇതിന്റെ പേരിൽ അവർക്ക് തോന്നലുണ്ടായി, അങ്ങനെ ആൾക്കാർക്ക് ഭയം ഉണ്ടാക്കുന്നു. പലതും പിശാചൊന്നും ആയിരിക്കുകയില്ല, ചിലത് കൂടുതലൊന്നും ആയിരിക്കുകയില്ല. ചിലർക്ക് അവർ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇടുന്നതൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ശുശ്രൂഷകരെ കൊണ്ടിട്ട് ആരും മുറിക്കാത്ത കാണുമെന്ന് പറയും, ഇവർ നല്ല മുറിക്കാത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില കേസുകൾ അത് വീട്ടുകാരെ കണ്ടെത്തിയ കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊടുത്തെടുക്കുന്ന 20,000 രൂപ. ഈയിടെങ്ങാണ്ട് ഒരു വീട്ടിൽ ഇന്നലെ ശുശ്രൂഷ എന്ന് പറഞ്ഞതാണ്, തീർത്തും പാവപ്പെട്ട വീട്, അവിടെ എന്തോ പ്രശ്നമാണ്, ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങൾ 11 പേരാണ് വരുന്നത്, 11 പേര് 11 ദിവസം പ്രാർത്ഥിക്കും. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് 700 രൂപ ദിവസം കൊടുക്കണം 11 ദിവസം പ്രാർത്ഥിക്കുന്നതിന്. ഈ വീട്ടിൽ 700 എടുക്കാൻ എല്ലായിരിക്കുക. എന്തിനാ 700 കൊടുക്കുന്നറിയോ? ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വരുന്ന കാരണം ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഉള്ള ചിലവിനായിട്ടാണ് നല്ല സംഭവം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. നമ്മുടെ വിഷയം എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ സഭ ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഒത്തിരി ഒരു തീവ്രമായ ഒരു കാര്യം കാണിക്കാതിരിക്കുന്ന കാരണം, ഒന്ന് പിശാചിൻ്റെ അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്, 2 ഇത് വളരെ സങ്കീർണ്ണ മേഖലയാണ്, 3 പലപ്പോഴും അമിതമായൊരു പൈശാചിക ഭയവും അതിനെ പിടിക്കുന്നതും അതിനെ പിടിക്കാൻ നടക്കുന്നതൊക്കെ ഒരു പിന്നെ അവസ്ഥ ഉള്ളപ്പോൾ അപ്പം അതിലേക്ക് ഒന്ന് ആൾക്കാരെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കണം ഈ വിഷയം കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ പ്രസൻറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഒത്തിരിയേറെ പ്രശ്നമാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പ്രമുഖ ചാനലുകളുണ്ട്, ക്രിസ്തീയ ചാനലുകളുണ്ടല്ലോ, അവർക്ക് ഇതുപോലെ ഡോക്ടറേറ്റ് നേടിയവരെയും അതുപോലെ നവീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം അനുഭവങ്ങളിൽ കടന്നുപോയ പ്രഗത്ഭരെയും ഒക്കെ വിളിച്ചിരുത്തി അത്തരത്തിലുള്ള ചർച്ചകൾ, സംവാദങ്ങളല്ല ചർച്ചകളും അതേക്കുറിച്ചുള്ള അറിവ് അതൊരു നല്ലൊരു കാര്യമായിട്ട്. എന്തായാലും നമുക്ക് കേട്ട കാര്യമെല്ലാം സഭയുടെ എന്താ പറയുക വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുദ്ധിയായിരിക്കട്ടെ.